തലസ്ഥാന ജില്ലയുടെ വികസന കുതിപ്പ് നൽകേണ്ട കപ്പൽ നിർമ്മാണശാല പദ്ധതിയോട് മുഖം തിരിച്ച് കേരളം. സ്ഥലം കണ്ടെത്താനായി കേന്ദ്ര തുറമുഖ മന്ത്രാലയം നൽകിയ കത്തിന് മറുപടി പോലും നൽകാതെ സർക്കാർ. സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്ന പദ്ധതിക്കായി മുന്നിട്ടിറങ്ങി 3 സംസ്ഥാനങ്ങൾ. സർക്കാർ അനാസ്ഥ മൂലം ഇല്ലാതാകുന്നത് കോടാനുകോടികൾ ഒഴുകിയെത്തേണ്ട വമ്പൻ പദ്ധതി. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ടിൻറ്റു ദാസ് ചേരുകയാണ്. ടിൻറ്റു, മറ്റു പല പദ്ധതികളും എന്നതുപോലെ ഇതും അന്യസംസ്ഥാനത്ത് പോയി അവരുടെ വികസനത്തിന് കുതിപ്പേകുന്ന കാഴ്ച കണ്ട് ഒരിക്കൽ കൂടി നിരാശപ്പെടേണ്ട അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? നമസ്തേ, സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് പ്രദീപിള്ള, രോഹിണി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9 സംസ്ഥാനങ്ങൾക്കായിട്ടാണ് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഇത്തരത്തിലൊരു കത്ത് എഴുതിയിട്ടുള്ളത്. ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നിക്ഷേപങ്ങൾ, നേരത്തെ തന്നെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആ ഒരു രീതിയിൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പൽ നിർമ്മാണശാലകൾ പ്രധാനമായിട്ടും നിക്ഷേപകർ എന്ന് പറയുന്നത് ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കരാറുകളിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഈ 9 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ കപ്പൽ നിർമ്മാണശാലകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കേന്ദ്രം കത്തെഴുതുന്നത്. 2011 റിപ്പോർട്ട് പ്രകാരം തലസ്ഥാനത്ത് വിഴിഞ്ഞത്തിൽ നിന്നും 13 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പൂവാറ് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടന്നിട്ടുണ്ട്. പിന്നീട് അതൊരു മെയിൻ്റനൻസ്, കപ്പലിന്റെ മെയിൻ്റനൻസ് മറ്റും നടത്താനായിട്ടുള്ള നിർമ്മാണശാല നിർമ്മിക്കാമെന്നൊരു ചർച്ചയിലേക്ക് പോയി. പക്ഷേ ഈ വിഴിഞ്ഞത്തിന് സമീപമുള്ള പൂവാറാണ് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3 സംസ്ഥാനങ്ങൾ തിരിച്ച് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് എഴുതിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ട് പോലും ഇതിൽ ഈ കത്തിന് തിരിച്ച് മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്നും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞത്ത് തന്നെ ഒരു ചരിത്രപരമായിട്ടുള്ള നേട്ടം നടന്നിട്ടുണ്ട്. MSC റോസ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ആയിട്ടുള്ള MSC റോസ് എന്ന കപ്പലിന്റെ ഈ പുറമേ ഉള്ള ബാർഡ് ഫെൻസിംഗ് എന്ന് പറയുന്ന നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞത്ത് വെച്ച് നടന്നിട്ടുണ്ട്. ഇതൊരു വാട്ടർ ലൈൻ ഷിപ്പിംഗ് ലോജിസ്റ്റിക് കമ്പനി എന്ന കമ്പനിയാണ് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത്. പൈറസിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ കപ്പൽ ചാനൽ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കപ്പൽ ചാനൽ ആഫ്രിക്ക മുതൽ ഏഷ്യ വരെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന കപ്പൽ ചാലാണ്. അപ്പോൾ സ്വാഭാവികമായി ആഫ്രിക്കൻ പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ പൈറസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകളൊക്കെ പുറത്തു വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്നത് കൊണ്ടാണ് ഈ കപ്പലിന്റെ സുരക്ഷയ്ക്കായിട്ടുള്ള ബാർഡ് ഫെൻസിംഗ് എന്ന നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത്. ആ നിർമ്മാണ പ്രവർത്തനമാണ് വളരെ വിജയകരമായിട്ട് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് വെച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. കാരണം നമുക്കറിയാം, പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികളുടെ എല്ലാം കപ്പലുകളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെറിയ തോതിലാണെങ്കിൽ പോലും വിഴിഞ്ഞത്ത് അല്ലെങ്കിൽ തലസ്ഥാനത്ത് നടത്തുന്നതിലൂടെ മറ്റൊരു രീതിയിലുള്ള വരുമാന നേട്ടം കൂടി ലഭിക്കും. നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതലാണ് കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വരുമാനങ്ങൾ. നിലവിലിപ്പോൾ കപ്പൽ നിർമ്മാണശാല ഉള്ളത് കൊച്ചിയിലാണ്. എന്നിരുന്നാൽ പോലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യത്തുള്ള കപ്പൽ നിർമ്മാണശാലകളിലെ 1% മാത്രമേ ഈ രാജ്യത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറത്തു നിന്നൊക്കെ വരുത്തേണ്ട ഘട്ടമാണ്. കാരണം ഇവിടെ നിർമ്മിക്കുന്ന കപ്പൽ പോലും രാജ്യത്തിന് തികയാതെ വരുന്നൊരവസ്ഥയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ താല്പര്യങ്ങൾ അറിയിച്ച് അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഇത്തരത്തിൽ കത്തെഴുതിയത്. ആ കത്ത് പുറത്തുവിടാനോ ആ കത്തിന് മറുപടി നൽകാനോ ഈ സർക്കാർ തുനിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനത്തിന് മുന്നോടിയായി തന്നെ ഈ അന്താരാഷ്ട്ര മാരിടൈം കോൺക്ലേവ് നടക്കുന്ന സമയത്ത് തമിഴ്നാട് ഏതാണ്ട് 9,000 കോടിയുടെ ഒരു പദ്ധതിക്കാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടത്തിലുള്ള പദ്ധതിയുടെ നടത്തിപ്പിനായിട്ടാണ് ഈ കോൺക്ലേവിൽ താല്പര്യം അറിയിച്ചത്. അന്നും കേരളം ഇത്തരത്തിലൊരു അനാസ്ഥ കാണിച്ചിരുന്നു. ഇത്തരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്ത് ഇത്തരത്തിലുള്ള കപ്പൽ കമ്പനികളുമായിട്ട് ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ കൂടുതൽ കപ്പൽ കമ്പനികളെ ശ്രദ്ധയാകർഷിക്കൊണ്ടുള്ള എസ്റ്റിമേറ്റ് വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും കേരളം പോയിട്ടില്ല. തമിഴ്നാടാണ് ആ 9,000 കോടിയുടെ അത്തരമൊരു പദ്ധതി തമിഴ്നാടാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ കേരളം ഇതുമായി സംബന്ധിച്ച് മുഖം തിരിച്ച് നിൽക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്നുള്ള MP സുരേഷ് ഗോപി ഈ വിഷയത്തിൽ
കാര്യമായി ഇടപെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരളത്തിന് ഒരുപക്ഷെ വലിയ രീതിയിൽ വികസന കുതിപ്പാവേണ്ട പദ്ധതിയാണ്. ഒരുപക്ഷെ സ്ഥലം കണ്ടെത്തില്ല അല്ലെങ്കിൽ സ്ഥലമില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി കേരളം മിണ്ടാതിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ അന്താരാഷ്ട്ര കപ്പൽ ചാനൽ സമീപമുള്ള വിഴിഞ്ഞം തീരത്ത് ഇതിനോടകം തന്നെ കപ്പലിന്റെ ചെറിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും 3 സംസ്ഥാനങ്ങൾ തീരപ്രദേശമുള്ള 9 സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചപ്പോൾ 3 സംസ്ഥാനങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറുപടി എഴുതിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പ്രദീപിള്ള, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വേണം. ആർക്കാണ് പാളിച്ച പറ്റിയത്, ആരാണ് അനാസ്ഥ കാട്ടിയത്? അതല്ലെങ്കിൽ ഇവിടെ പലവട്ടം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ അടക്കം നടന്നിട്ടുള്ളതുപോലെ സംസ്ഥാന താല്പര്യത്തെ ആരെങ്കിലും വിറ്റോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ ഈ അനാസ്ഥ എന്നുള്ളതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം. ടിൻഡു, എന്തായാലും വളരെ നല്ല വാർത്തയാണ് കൊണ്ടുവന്നത്. ധാരാളം പ്രേക്ഷക കമന്റുകൾ ഇതുമായി തന്നെ വരുന്നുണ്ട്.